ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം അനുഗ്രഹീതമായ ഈ നിമിഷം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകുവാനിടയായി. 2023 കഴിഞ്ഞു, ഇതാ 2024 നാം പ്രവേശിച്ചിരിക്കുകയാണ്. പുതിയ വർഷത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ നന്മകളും, എല്ലാ അഭിവൃദ്ധിയും, എല്ലാ ഉയർച്ചകളും എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ സർവശക്തനായ ദൈവം വെളിപ്പെടുത്തട്ടെ എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഏവർക്കും പുതുവത്സര ആശംസകൾ നേരുകയാണ്. പ്രാർത്ഥനയോടെ ദൈവവചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും വിശേഷാൽ മോർണിംഗ് പ്രെയറിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം: നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിൻ്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. അകത്തു വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം വെളിപ്പെടണമെങ്കിൽ ദൈവം പറയുന്ന കൽപ്പനകളെ അനുസരിക്കുക. ഇതാണ് പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ജനത്തിന് ദൈവം കൊടുത്ത ഒരു പ്രോമിസ്, ഒരു വാഗ്ദത്തം. ആ വാഗ്ദത്തത്തിന് പുതിയ നിയമത്തിലും മാറ്റമൊന്നും വന്നിട്ടില്ല. ദൈവത്തിൻ്റെ വചനത്തെ നാം വിശ്വസിക്കുവാനും ഏറ്റെടുക്കുവാനും ഇടയായിത്തീരുകയാണ് എങ്കിൽ ദൈവത്താൽ നമ്മളും അനുഗ്രഹിക്കപ്പെടും. എന്നാൽ പഴയ നിയമത്തേക്കാൾ പുതിയ നിയമത്തിന് അനുഗ്രഹത്തിനൊരു ക്ലാരിറ്റി ദൈവം നൽകി തന്നിട്ടുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആത്മീക അനുഗ്രഹങ്ങളുമുണ്ട്, ഭൗമികമായ അനുഗ്രഹങ്ങളുമുണ്ട്. ഈ പ്രഭാതത്തിൽ നമുക്ക് ആത്മീക അനുഗ്രഹങ്ങളെക്കാൾ പ്രാധാന്യം ഭൗമിക അനുഗ്രഹങ്ങൾക്കാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്കിലും നമ്മൾ ആത്മീക അനുഗ്രഹങ്ങളെയും പരിഗണിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ പ്രഭാതയാമത്തിൽ ആത്മീകമായും നമ്മൾ അനുഗ്രഹിക്കപ്പെടണം, ഭൗമികമായും നമ്മൾ അനുഗ്രഹിക്കപ്പെടണം. ഭൗമിക അനുഗ്രഹങ്ങൾ ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമാണ് എങ്കിൽ ആത്മീക അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് അത്യന്താപേക്ഷിതമാണ്, അനിവാര്യമാണ്. ഭൗമിക അനുഗ്രഹങ്ങൾ താൽക്കാലികമാണെങ്കിൽ ആത്മീക അനുഗ്രഹങ്ങൾ നിത്യമായതാണ്. ഭൗമിക അനുഗ്രഹങ്ങൾ നമ്മൾ കാണുന്നതാണ് എങ്കിൽ
ആത്മീയ അനുഗ്രഹങ്ങൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നതിനേക്കാൾ അധികമാണ്. അതേ പ്രിയമുള്ളവരെ, ഈ പ്രഭാതയാമത്തിൽ അനുഗ്രഹത്തിനു വേണ്ടി കൊതിക്കുന്നയൊരു ഹൃദയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ. 2024 ഒരനുഗ്രഹത്തിൻ്റെ സംവത്സരമായി തീരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇടയാക്കി തീർക്കട്ടെ. പഴയ നിയമത്തിൽ യാക്കോബ് എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ട്. തന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ് ചില മേഖലകളിൽ. എന്താണ് എന്ന് ചോദിച്ചാൽ, കവിണ്ണു വീണാൽ കാൽപ്പണം എന്ന പഴമൊഴിയെ അന്വർത്ഥമാക്കുന്നത് പോലെ യാക്കോബിൻ്റെ ജീവിതത്തിൽ അവനെപ്പോഴും അനുഗ്രഹത്തിൻ്റെ പിന്നാലെയായിരുന്നു. അനുഗ്രഹത്തിൻ്റെ പിന്നാലെ എന്ന് പറയുമ്പോൾ ഭൗമിക അനുഗ്രഹത്തെയാണ് കുറിക്കുന്നത് എങ്കിൽ തന്നെയും ദൈവത്തിൽ നിന്നായാലും ജ്യേഷ്ഠനിൽ നിന്നായാലും അമ്മാവിയപ്പനിൽ നിന്നായാലും അപ്പനിൽ നിന്നായാലും അനുഗ്രഹത്തിൻ്റെ പുറകെയാണ് യാക്കോബിൻ്റെ പ്രയാണമെന്ന് പറയുന്നത്. ആമേൻ. യാക്കോബ് ചെറുപ്രായത്തിൽ ഒരു പായസമുണ്ടാക്കി. താനുണ്ടാക്കിയ പായസം വളരെ സ്വാദിഷ്ടമായിരുന്നു. അത് കഴിക്കാൻ തൻ്റെ ജ്യേഷ്ഠൻ കടന്നു വരുമ്പോൾ ജ്യേഷ്ഠനോട് പറയുന്നത്, നിൻ്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് വിൽക്കുകയാണ് എങ്കിൽ ഈ പായസം ഞാൻ നിനക്ക് തരാം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യാക്കോബിൻ്റെ മനസ്സിൽ ജ്യേഷ്ഠാവകാശത്തിന് വളരെ പ്രാധാന്യത താൻ കൊടുക്കുകയാണ്. അതെ, കൈവശമാക്കാൻ ഒരു പായസത്തെ അവൻ വിനിയോഗിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വീണ്ടും നമ്മൾ നോക്കുമ്പോൾ തൻ്റെ പിതാവിൻ്റെ അനുഗ്രഹം തനിക്ക് വേണ്ടതിന് വേണ്ടി, തനിക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി തൻ്റെ ജ്യേഷ്ഠൻ്റെ വേഷത്തിൽ ചെല്ലുവാനും യാക്കോബ് മടിക്കുന്നില്ല. അവൻ അനുഗ്രഹം വേണം. ലാബാൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവിടെയും അനുഗ്രഹത്തിൻ്റെ പുറകെയാണ് യാക്കോബിൻ്റെ പ്രയാണമെന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു ദൂതനുമായി മല്ലുപിടിക്കുമ്പോൾ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടത്തില്ലെന്ന് പറഞ്ഞാണ് യാക്കോബ് നിൽക്കുന്നത്. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇത് 1-ാം തീയതിയാണ്. 2024 ഒന്നാമത്തെ ദിവസമാണ്. ദൈവസന്നിധിയിൽ ആഗ്രഹിക്കാമോ? പ്രാർത്ഥിക്കാമോ? ദൈവത്തോട് ചോദിക്കാമോ? കർത്താവേ, ഈ പ്രഭാതത്തിൽ എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ, എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. ആത്മീകമായും ഭൗമികമായും എല്ലാ നിലവാരത്തിലും ഞങ്ങളൊരനുഗ്രഹമായി തീരുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവതിനായി ഞങ്ങളെ സഹായിക്കണമേ. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം കർത്താവ് നമ്മുടെ മേൽ പകരട്ടെ. പുതുവർഷം ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. അനുഗ്രഹത്തിൻ്റെ പിന്നാലെയുള്ള യാത്ര അത് തുടരുവാൻ ദൈവാത്മാവ് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതെ, നിർത്തരുത്, അവസാനിപ്പിക്കരുത്, ഫുൾ സ്റ്റോപ്പ് ഇടരുത്. പിമ്പുള്ളതിനെ മറക്കുക, മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമബലിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുക. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളെ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഇവരൊരു അനുഗ്രഹമായി മാറട്ടെ. ഹല്ലേലൂയ. അവരുടെ പ്രൊഫഷനിൽ, അവരുടെ ജോലി കാര്യങ്ങളിൽ, അവരുടെ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം ദൈവിക അനുഗ്രഹം വെളിപ്പെടട്ടെ. പുതുവർഷം കർത്താവിനാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുന്ന വർഷമായി മാറട്ടെ. സ്വർഗം അത്ഭുതം ചെയ്യും, ദൈവപ്രവൃത്തി വെളിപ്പെടും. യേശുവിൻ നാമത്തിൽ പിതാവേ കേൾക്കണമേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. കർത്താവേവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ എല്ലാ നന്മകളും വെളിപ്പെടട്ടെ. ആമേൻ. കർത്താവിൻ്റെ കരുതലുകൾ ധാരാളമായി വെളിപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.